മാതൃഭൂമി കുടുംബത്തിന് ഏറെ സന്തോഷമുണ്ടായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫാൽക്കെ പുരസ്കാര ലബ്ധിയുടെ സന്തോഷം കേക്ക് മുറിച്ച് മോഹൻലാൽ ആദ്യം പങ്കുവച്ചത് മാതൃഭൂമി സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫർ ടി.കെ. പ്രദീപ് കുമാറുമായാണ്. തന്റെ നിരവധി ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ള പ്രദീപ് കുമാറുമായി ലാലേട്ടനുള്ളത് സുദൃഢമായ ഒരു ബന്ധമാണ്. എല്ലാ മീഡിയക്കാർക്ക് വേണ്ടിയിട്ടും ആ കേക്ക് എന്റെ ദേഹത്താണ്. ചെറിയ പീസ് പറ. എല്ലാവർക്കും വേണ്ടി നമ്മുടെ മോഹൻലാൽ ആഹ്ലാദം പങ്കുവച്ചത് മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തോടുള്ള സൗഹൃദത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും ഇദ്ദേഹത്തിന് കേക്ക് നൽകിക്കൊണ്ടാണ്. എങ്ങനെയായിരുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ലാലേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. എനിക്ക് ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ വളരെ ഇമോഷണലായി പോയി ആ സമയത്ത്. കാരണം അങ്ങനെ വിളിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ മീഡിയക്കാർക്ക് വേണ്ടിയിട്ടും ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് പരിചയപ്പെടുന്നതും മാതൃഭൂമിയുടെ യാത്രാ മാഗസിൻ്റെ കവർ ഷൂട്ട് ഇടാൻ വേണ്ടിയാണ്. മൂന്നാറിൽ വെച്ച് ശ്രീകാന്ത് കോട്ടക്കലിനൊപ്പം പോയപ്പോൾ അന്നത്തെ മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സത്യനന്ദിക്കാടിൻ്റെ പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ ഈ കവർ എടുക്കുന്നത്. ഒരു ചെറിയൊരു തോടുണ്ട്, ആ തോട് മുറിച്ച് കടക്കുന്ന വെള്ളത്തിൻ്റെ നടുക്കിൽ നിൽക്കുന്ന ഒരു പടമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ തോട് മുറിച്ച് ലാലേട്ടൻ പാൻറ്റൊക്കെ പൊക്കി വെച്ച് തോട് മുറിച്ച് കടന്നു. ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തു. പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് 2-3 അട്ട കടിച്ചിരിക്കുകയാണ് കാലയിൽ. അപ്പോൾ ഞാനാകെ വല്ലാതെ പോയി, കാരണം ബ്ലഡൊക്കെ വരുന്നത്. അപ്പോൾ പുള്ളിക്ക് പക്ഷേ അതൊന്നും പ്രശ്നമില്ല. പുള്ളി അത് അപ്പോൾ തന്നെ മറ്റേ ആളുകളൊക്കെ കൂടി വന്ന് ആട്ടയൊക്കെ എടുത്ത് കളഞ്ഞു. മലയാള സിനിമാ പ്രേക്ഷകരെയും മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായിട്ടൊരു മുഹൂർത്തത്തിലൂടെയാണ് നാമും കടന്നു പോകുന്നത്. കാരണം അത്രത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുരസ്കാര ലബ്ധി എന്ന് പറയാം. എല്ലാവർക്കും വേണ്ടി നമ്മുടെ രാഗിൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. രാഗിന് എന്തൊരു മൊമെന്റ് ആണല്ലേ, അത്രയും പേര് നിൽക്കുന്നു, അതിനിടയിൽ കേക്ക് മുറിച്ചിട്ട് ആദ്യം പ്രദീപേട്ടനെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രദീപേട്ടനും ഒപ്പം നമുക്കും ഒരുപാട് സന്തോഷമുണ്ടാക്കിയ ഒരു നിമിഷം അല്ലേ? ഒരു സുന്ദര സൗഹൃദത്തിന്റെ നേർക്കാഴ്ചയാകുന്ന ദൃശ്യങ്ങളാണിത്. യഥാർത്ഥത്തിൽ മോഹൻലാൽ വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ നമ്മുടെ മാതൃഭൂമിയുടെ സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫർ പ്രദീപ് കുമാറിന്റെ പ്രതിഭയുടെ പ്രതികരണം എടുത്തിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദം അറിയാമായിരുന്നത് കൊണ്ട് തന്നെയാണ് അതെടുത്തത്. അദ്ദേഹം നല്ല അനുഭവങ്ങൾ, മുൻപുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിനുശേഷം പരിപാടി തുടങ്ങി ഏറ്റവും അവസാനം കേക്ക് മുറിക്കുകയാണ് ലാലേട്ടൻ കേക്ക് മുറിക്കുമ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് വേദിയിൽ തരുൺ മൂർത്തിയുണ്ട്, അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേക്ക് ആദ്യം എടുത്ത് ആർക്കായിരിക്കും കൊടുക്കുക എന്നൊരു കൗതുകം ഞാൻ സദസ്സിലായിരുന്നു, എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് പ്രദീപേട്ടനെ വേദിയിലേക്ക് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഒപ്പമുള്ള ആളെ വിളിച്ച് പ്രദീപേട്ടനെ വിളിച്ച് കേക്ക് വായിൽ വെച്ച് മോഹൻലാൽ ആദ്യം കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് മോഹൻലാൽ. കാരണം അത്രത്തോളം ഡൗൺ ടു എർത്തായി ഉള്ള ആ ഒരു സൗഹൃദം ഇവർ തമ്മിൽ ഉണ്ട്. ആ സൗഹൃദത്തെ കാണാനും ആ സൗഹൃദത്തെ ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള മനസ്സ് കാണിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി എടുത്ത് പറയേണ്ടത്. ഒരിക്കൽ പ്രദീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ മാതൃഭൂമിയുടെ യാത്രാ മാഗസിൻ്റെ ഒരു ഷൂട്ടാണ്, കൊച്ചി കായലിലാണ്. അപ്പോൾ മോഹൻലാൽ ഒരു ക്രൂസ് ഷിപ്പിലാണ്. അപ്പോൾ നല്ലൊരു പടം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്രൂസ് ഷിപ്പിൻ്റെ വക്കിലിരുന്ന് കാല് പുറത്തേക്ക് ഇട്ട്, അതായത് കായലിലേക്ക് കാല് ഇട്ട് ഇരുന്ന് നിൽക്കണം, അല്ലെങ്കിൽ കാലിട്ടിരിക്കണം. അപ്പോൾ ഒരു പടം ക്ലിക്ക് ചെയ്യണം. അത് ദൃശ്യത്തിലൊക്കെ പറയുന്ന പോലെ റിസ്ക് എലമെൻ്റ് ഉണ്ട്. എന്നാൽ പോലും പ്രദീപേട്ടൻ ആവശ്യപ്പെട്ടപ്പോൾ മോഹൻലാൽ അത് അംഗീകരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നല്ല പടം കിട്ടുകയും ചെയ്തു. അപ്പോൾ മോഹൻലാൽ തന്നെ പറഞ്ഞു ഇതിലൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട് എന്ന്. അതിനുശേഷം മോഹൻലാൽ പറഞ്ഞ കാര്യമാണ്, അതായത് ഒരു ചിത്രം നന്നാവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഞാൻ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നല്ല ചിത്രം ഉണ്ടാവുകയും ചെയ്തു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഉള്ളത്. അങ്ങനെ ഏവരുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ സൗഹൃദ വലയത്തിലേക്ക് കൂടുതൽ പേരെ ചേർത്തു പിടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഒടുക്കം ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളുണ്ട്,
എന്താണ് ലാലേട്ടൻ ഇത്ര ഡൗൺ ടു എർത്ത് എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതായത് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഒപ്പമുള്ളവരെ കാണുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ അവർ ഉണ്ടാകണമെന്നില്ല, ഉണ്ടാകില്ല ചിലപ്പോൾ എന്ന കാര്യമാണ് അദ്ദേഹം തീർച്ചയായും ഇന്ന് ലാലേട്ടൻ പറഞ്ഞ വാക്കുകളിൽ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ വാക്കുകൾ അത് തന്നെയായിരിക്കും അല്ലേ. എന്തായാലും പ്രതിഭേട്ടനെ ലാലേട്ടനുമായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്, അതോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ഓർമ്മയായി ഇതും എന്ന് പറയണം. ഇനി TK പ്രദീപ് കുമാർ എന്ന ഫോട്ടോഗ്രാഫറെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ 2 ചിത്രങ്ങൾ ഓർമ്മ വന്നു, അതുകൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കണം എന്നുണ്ട്. ഒന്ന് ഗായകൻ യേശുദാസിന്റെ ഒരു ചിത്രമാണ്, അത് ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണ്. അദ്ദേഹം കച്ചേരി അവതരിപ്പിക്കാനായിട്ട് വേദിയിലേക്ക് നടന്നു പോകുമ്പോൾ എവിടെ നിന്നോ ഒരു വെട്ടം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് ഒരു ക്ലിക്ക് ചെയ്ത ഒരു പടമാണ് ഇത്. ഒരുപാട് പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2021 എടുത്ത ഒരു ചിത്രമാണ്, ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ ഒരു ചിത്രം. അന്ന് അദ്ദേഹം പറഞ്ഞ TK പ്രദീപ് കുമാർ പറഞ്ഞ ഒരു കാര്യം, എന്നെ പോലെ എൻ്റെ ക്യാമറയും അദ്ദേഹത്തിൻ്റെ ആരാധകനാണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. ഇനി പ്രദീപേട്ടനെടുത്ത മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച ആലപ്പുഴ സ്വദേശിനി അമ്പിളിയുടെ കൈകൾ ഇറാഖിൽ നിന്നുള്ള യൂസഫ് ഹസനിൽ തുന്നിച്ചേർത്തതിനെ കുറിച്ചുള്ള ഒരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രവും ഏറെ ശ്രദ്ധ നേടിയതാണ്. മുംബൈ പ്രസ് ക്ലബിൻ്റെ റെഡിംഗ് പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.